അവിടെ നിന്ന് നേരെ പോയത് കോയമ്പത്തൂർ എന്ത് പ്രവർത്തനങ്ങളാണ്? ഡിപ്ലോമ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതും താങ്കൾക്ക് സിനിമയിൽ വരണം അല്ലെങ്കിൽ സീരിയലിൽ വരണം എന്നൊരു ചിന്ത താങ്കളുടെ മനസ്സിലില്ല. എന്നിട്ട് അവിടെ നിന്ന് എങ്ങനെയാണ് അവിടെയും കണ്ണൂരിലും പോയിട്ട് ഇപ്പോൾ നാടക രംഗങ്ങളിലേക്ക് പ്രവർത്തിക്കേണ്ട അവസരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു? വളരെ കാലം വെച്ച് കയറാൻ ഈ ക്യാമറയ്ക്ക് മുന്നിലെത്താൻ പറ്റിയത്. ഇപ്പോൾ സിനിമയിൽ നിരവധി സിനിമകളിൽ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എല്ലാത്തിനും നമുക്കൊരു തുടക്കം വേണം. സിനിമ മേഖലയിലെ തമിഴ് സിനിമകളിലെ തമിഴ് ഡയലോഗുകളിലെ ഈ ഗ്രാമങ്ങളിലെ കലാകാരന്മാർ എന്നുള്ള ഈ പ്രോഗ്രാം ഞാൻ മുമ്പ് പലവണ്ണം കണ്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് കൂടെ ലാലേട്ടനെ കണ്ടപ്പോൾ എന്താണ് ഒരു ഫീലിങ്സ് എന്താണെന്ന് പരിചയപ്പെട്ടു? അതെ, അത് വർഷങ്ങൾക്ക് മുമ്പല്ലേ. അപ്പോൾ അതും ഇപ്പോൾ എൻ്റെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഇത് ഒത്തു നോക്കുമ്പോൾ ആ കാലത്തിന്റെ മാറ്റം ഞങ്ങൾ രണ്ടുപേരിലും വളരെ പ്രകടമായി. തമിഴ് വായിക്കാനും നല്ല വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അതെ, എഴുതാനും വായിക്കാനും പറയാനും പക്കയായിട്ട് അറിയാം. ക്യാമറയുടെ മുന്നിലുള്ള താങ്കളുടെ ആ ഒരു പ്രവേശനം എവിടെ നിന്നാണ്? ഏതൊക്കെ ചാനലിന്റെ സീരിയലിലായിരിക്കും കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത്? ഏഷ്യാനെറ്റ്, ഫ്ലവേഴ്സ്, മനോരമ, സൂര്യ, അങ്ങനെ നായികയായ ആകാശവാണി എന്ന സിനിമയാണ്. അതെ, അതിൽ വിജയ് ബാബു, കാവ്യമാധവൻ ഇവരായിരുന്നു പ്രധാന ജോഡി. 2-3 കന്നഡ പടങ്ങൾ ചെയ്തു. അതും ഇനിയിപ്പോൾ റിലീസ് ആകാൻ ഇരിക്കുന്നത്. നിങ്ങൾ ഒരു കലാകാരനോ കലാകാരിയോ ഗ്രാമങ്ങളിലെ കലാകാർ എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 9847384801 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ.